നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പി.വി. അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ വി.ഡി. സതീശൻ നയിക്കുന്ന UDF-ൽ ചേരുകയുമില്ല. എന്താണ് സാർ അൻവർ ഉദ്ദേശിക്കുന്നത്? ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാത്തട്ട് എത്തിയില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായിരിക്കും. എൻ്റെ ഒരു കോമഡി പോലെ ആയിത്തീർന്നിരിക്കുന്നു UDF-ൻ്റെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണിത് സംഭവിക്കുന്നത്? ഇതൊക്കെ എന്ത് പറയുന്ന പറാട്ട നാടകം. എന്താണിത്? ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയം. നല്ല ചിരിക്കാൻ വകയാകും, മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുന്നു. സ്വയം തോൽവി ഏറ്റു വരുമ്പോൾ നാണക്കേട്, ഉളുപ്പില്ലാതെ പറയുക. കഴിഞ്ഞ ദിവസം UDF എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടുക. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നതിന് മുന്നായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അതും എന്താണ്? അസോസിയേറ്റ് മെമ്പർഷിപ്പ്. എന്തോന്നാണ് ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ്? നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ അദ്ദേഹത്തിനെ എടുത്ത് കളയണമെന്നേ. അസോസിയേറ്റ് എന്ന് പറയുന്നത് എന്തോന്നാ? അത് പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പുള്ള ഘട്ടമോ? എന്താണ് നിങ്ങളീ പറയുന്നത്? നിങ്ങൾക്കൊരാശയ വ്യക്തത വേണം. UDF കോൺഗ്രസിനകത്തൊരാശയ വ്യക്തത വേണം. ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്. ഒരു ആശയ വ്യക്തത. ഞങ്ങൾ അസോസിയേറ്റ്, എന്താണ് ഈ അസോസിയേറ്റ് മെമ്പർ? ജനങ്ങളോടൊന്ന് വ്യക്തമാക്കൂ. നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കുക. അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശം ഉണ്ടാകുമോ? അല്ല അത് യോഗം നടക്കുന്നതിൻ്റെ വാതിലിന് പുറത്തായിരിക്കുമോ അദ്ദേഹം? എന്തായാലും അൻവർ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു, ഞാനിപ്പോൾ എന്തായാലും അസോസിയേറ്റ് മെമ്പർഷിപ്പ് എനിക്ക് വേണ്ട, വിട്ടുവാണെങ്കിൽ UDF-ലെ മെമ്പർഷിപ്പ്. അതുപോലെ അൻവർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, വി.ഡി. സതീശൻ നയിക്കുന്ന UDF വേണ്ട എന്ന് പറഞ്ഞു. UDF-നെ നയിക്കുന്നത് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശാണെന്നല്ലേ? അതിനല്ലേ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതെ. അപ്പോൾ എന്നിട്ടും പിന്നാമ്പുറത്തും കൂടെ വി.ഡി. സതീശനാണോ ഇത് നയിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നല്ലോ. എനിക്കതിനെ രാഷ്ട്രീയത്തറ അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇനി അല്ല, UDF ചെയർമാൻ അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം നയിക്കുന്ന എന്നുള്ളതാണ്. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നുള്ളതാണോ അൻവറിൻ്റെ ആവശ്യം? മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഒരു മുന്നണിയായിട്ട് നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ആടി കലശം, അശകുശലേ ആടി കലശം, എന്തൊക്കെ കാണുന്നത്? എന്തൊരലമ്പ് രാഷ്ട്രീയമാണിത്. തെരഞ്ഞെടുപ്പ് കയ്യിൽ കിട്ടിയ വിജയത്തെ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ നിധിയെ കളഞ്ഞു കുളിക്കുന്ന ഒരു ഏർപ്പാടാണ് UDF-ൻ്റെതെന്ന് തോന്നുന്നുണ്ടോ സാർ? ഫാൾ ഇൻ ലൈൻ അല്ലേ വേണ്ട തെരഞ്ഞെടുപ്പിൻ്റെ സൈൻ? ക്ലോസ് ദ റാങ്ക്സ് ആൻഡ് ഫാൾ ഇൻ ലൈൻ. നിങ്ങളൊരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങനെയാണ്, ക്ലോസ് ദ റാങ്ക്സ് ആൻഡ് ഫാൾ ഇൻ ലൈൻ. അതെ, ജനാധിപത്യത്തിൽ അതിൻ്റെ കമാൻഡ് അതാണ്. അത്തരം ഒരു കമാൻഡിലല്ലേ ഇപ്പോൾ നിൽക്കേണ്ടത്. അങ്ങനെ കമാൻഡ് കൊടുക്കാൻ ഒരു കമാൻഡർ ഇല്ല UDF-നുള്ളതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അവിടെ ഇവിടെയും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കുറേ ആൾക്കാരെ പിടിച്ചു വയ്ക്കും, അവർക്കിത് കൈകാര്യം ചെയ്യാം. ഇന്നലെ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൽറ്റി. ഇതിൽ പല തീരുമാനങ്ങളും ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ തീരുമാനങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റരുത് നല്ല ഞാൻ പറയുന്നത്. KPCC പ്രസിഡന്റിനെയോ UDF ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ UDF കൺവീനറെയോ ഒക്കെ മാറ്റാം. തീർച്ചയായിട്ടും മാറ്റണം. അത് തിരഞ്ഞെടുപ്പിൻ്റെ പഠിക്കൽ കൊണ്ടിട്ടല്ല ഈ മാറ്റങ്ങൾ നടത്തേണ്ടത്. ഒരു കല്യാണം നടത്താൻ പോകുമ്പോൾ ആ കല്യാണത്തിൻ്റെ തലേന്ന് കൊണ്ടിട്ടല്ല വീട് പണി നടത്തേണ്ടത്, ആണോ? ഇത് രണ്ടും കൂടെ അഴകൊഴാന്നായി തീരും. ഇപ്പോൾ അഴകൊഴ ആലമ്പ് വരുമോ? എന്നിട്ട് കോൺഗ്രസിൻ്റേതെന്ന് പറയുന്ന ചില രാഷ്ട്രീയ വിശാരദന്മാരെന്ന് പറയും ഇതുകൊണ്ട് കുഴപ്പമില്ല, ഇത് വേണ്ടതായിരുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഇത്രയും വലിയ സങ്കീർണമാക്കി തീർത്ത ആശയക്കുഴപ്പത്തിൽ. ഇപ്പോൾ ആശയക്കുഴപ്പമാണ് സർവത്ര. ഈ ആശയക്കുഴപ്പം എന്തിൻ്റെ ലക്ഷണമാണ്? തോൽവിയിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ CPM-ൻ്റെ കയ്യിൽ കൊടുത്ത വടിയാണ് നിങ്ങളുടെ ഈ ആശയക്കുഴപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന് പറയുമ്പോഴും ആ കെട്ടുണ്ടോ ഇവിടെ? ജനങ്ങൾക്ക് അതിൽ വിശ്വാസ്യത വരുമോ? ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അങ്ങനെയല്ല. ഇവിടെ K. സുധാകരനും വി.ഡി. സതീശനും തമ്മിൽ അടിയുണ്ട്. ഇനി മൂന്നാമതൊരു അഭിപ്രായമാണ് അടൂർ പ്രകാശ്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വരുന്നതിന് മുമ്പ് എടുത്ത തീരുമാനമാണ്. ഞാനെടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം ഭംഗിയായിട്ട് പോകുന്നതിനാണ് അതിൻ്റെ സൂചന. അങ്ങനെയാണ് നമ്മൾ വരികൾക്കിടയിൽ കൂടി വായിക്കേണ്ടതായിട്ട് വരും. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. UDF യോഗം ചേർന്നു. യോഗമാണ്. പക്ഷേ അത് ഒരു സംയുക്തമാകുന്നില്ല. സംയോഗം അല്ലേ? അത് സംസ്കൃത വാക്കാണ്. സംയോഗം അതുണ്ടാവുന്നില്ല. അതാണ് ഐക്യം എന്ന് പറയുന്നത്. ഐക്യ മുന്നണിയാവുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയാവുന്നില്ല. അവിടെ എന്തൊക്കെയോ വിള്ളൽ വീണ് കിടക്കുകയാണ്. ദേശീയപാതയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം ഇപ്പോൾ വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുക. ഒരു സംശയമില്ല, വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ഈ വിള്ളലിൽ കൂടി മലവെള്ളം പാഞ്ഞു കയറി. ഏത് മലവെള്ളം? LDF-ൻ്റെ മലവെള്ളം പാഞ്ഞു കയറും. അതെ. അപ്പോൾ ഈ വിള്ളൽ കൂടുതൽ രൂക്ഷമായി തീരും. തകരും LDF. അല്ലെങ്കിൽ ഇവിടെ ഒരു ചിറ വെക്കണം. ആ ചിറയാണ് BJP അല്ലെങ്കിൽ NDA.
അവർക്ക് തകർക്കാൻ അപ്രതിഹതമായിട്ടുള്ള ആ ഒഴുക്കിനെ തടുക്കാനുള്ള ഒരു ചിറ എന്ന് പറയുന്നത് ഇവിടെ BJP NDA വിചാരിക്കണം. NDA എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ NDA വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രാക്ടിക്കൽ രാഷ്ട്രീയം പറയുന്നത്, വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒഴുക്ക് അവിടെ നിർത്താൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ BJP കിട്ടേണ്ട വോട്ടുകൾ പോലും 7% 7% നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളേണ്ടതല്ല. ആ 7% വ്യത്യാസമായിരിക്കും വരുന്നത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമായിട്ട് വരുന്നത്. അതെ, സംശയമുണ്ടോ അതിൽ? ഇത് ടൈറ്റ് ഫൈറ്റ് സംഭവിക്കാം. ജനാധിപത്യത്തിൽ ഒന്നും അതെ അപ്രതീക്ഷിതമല്ല. ഇത് വളരെ ടൈറ്റായിട്ടുള്ളൊരു ഫൈറ്റാണ് നടക്കുന്നത്. ചിലപ്പോൾ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം മതി ജനാധിപത്യത്തിൽ. അത് ഇവിടെ തിരുവനന്തപുരത്ത് കൗൺസിലർ ഇലക്ഷൻ 2015 വഞ്ചിയൂർ വാർഡിൽ BJPയുടെ അശോക് കുമാർ വഞ്ചിയൂർ ബാബുവിനോട് തോറ്റത് 2 വോട്ടിന്. വിജയമാണത്. ഒരു വോട്ടെങ്കിലും അത് വിജയമാണ്. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷത്തിന് പ്രസക്തിയില്ലെന്നാണ് അവർ തന്നെ പറയുന്നത്. എത്ര ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള പ്രസക്തമല്ല, ജയിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വോട്ട് പോലും പ്രധാനമായിരിക്കെ ഈ 7% വോട്ട് കൂടി LDFന് പോകും. BJPയെ സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ, ആ ഒരു നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും അവിടെ ഒരു മത്സരത്തെ അത് ബാധിക്കുന്ന കാര്യമാണ്. BJP നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ലെന്ന് ആരും വിചാരിക്കേണ്ട. അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. ആ വോട്ട് പോകുന്നത് ആർക്കായിരിക്കും പോകുന്നത്? LDFനായിരിക്കും പോകുന്നത്, കോൺഗ്രസ്സിനല്ല പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം കാര്യം ചുവടുകൾ വയ്ക്കാൻ. എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടുകളും നല്ല ഭൂരിപക്ഷം വോട്ട് LDFിലേക്കായിരിക്കും പോകുന്നത്. കാരണം അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. സാർ, ഈ അൻവറിനോട് തൃണമൂൽ ദേശീയ നേതൃത്വം മത്സരിക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ എന്നിട്ടും അൻവർ അതിന് തയ്യാറാകുന്നില്ല. എന്തായിരിക്കും സാർ അതിന് കാരണം? തൃണമൂലിൻ്റെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു, എന്നിട്ടും മത്സരിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ പൊളിറ്റിക്സ് കളിക്കാൻ. കേരളത്തിൽ തൃണമൂലിൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ തൃണമൂൽ ഗുജറാത്തിൽ മത്സരിച്ചിട്ടുണ്ട്, അവരെ ഗോവയിൽ മത്സരിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും മത്സരിച്ചിട്ടുണ്ട്. എന്നിട്ടും ക്ലച്ച് പിടിച്ചിട്ടില്ല, പച്ച പിടിച്ചിട്ടുമില്ല, കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കിക്കൂടെ? കേരളത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന്. ഇത് സ്ഥാനാർത്ഥിയാവാൻ പോലും ആരുമില്ല, ശരിക്കും എൻ്റെ മെമ്പറാവാൻ പോലും ആരും ഇല്ലാത്തടത്താണ് അൻവർ എന്ന് തലവെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ പറയും നിൽക്കാൻ, അൻവറിന് പണമുണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ ചിലവിൽ മത്സരിക്കുക. ഇപ്പോൾ അൻവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? തനിക്ക് പണമില്ല സ്ഥാനാർത്ഥിയായി, എൻ്റെ കയ്യിൽ പണം അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. UDF ചെയ്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അൻവർ പാര വയ്ക്കാൻ തുടങ്ങും. ആർക്ക്? ആര്യാടൻ ഷൗക്കത്തിനും UDFനും എല്ലാവർക്കും ഇല്ല. അദ്ദേഹത്തിന് കെ സുധാകരന് സമ്മതമാണ്. ഇപ്പോൾ VD സതീശനെതിരെ പാരകൾ വെച്ചുകൊണ്ടിരിക്കും. കണ്ടല്ലോ MR അജിത് കുമാറിനെതിരെയൊക്കെ എങ്ങനെ പാര വെച്ചു, അതുപോലുള്ള സ്ഥാനത്തും അസ്ഥാനത്തും അതെ പാരകൾ. അത് വിശ്വസിക്കാനും കുറേ ആൾക്കാർ കാണും. അത് കണ്ടുകൊണ്ട് ഓടാനും പത്രക്കാരെന്തായാലും കാണും. ക്യാമറകൾക്ക് വാർത്തകൾ വേണമല്ലോ. അവർ കൊണ്ട് മൈക്കുകളെല്ലാം നിരത്തും. അപ്പോൾ അത് വലിയ വാർത്തയാവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ന്യൂസിൻ്റെ എക്കോസിസ്റ്റത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരാളൊരു പറയും, അനാവശ്യമായിട്ട് പറഞ്ഞതായാലും ശരി, കള്ളം പറഞ്ഞതായാലും ശരി, അതെല്ലാം വലിയ വാർത്ത, അതിൻ്റെ വലിയ വിവാദങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള അനുവാദമുണ്ടല്ലോ, അനുവാദം കവിഞ്ഞുള്ള ഒരു പ്രാധാന്യം അതിനങ്ങ് കിട്ടുക. അങ്ങനെയാണ് ഈ അൻവറൊക്കെ ആളുകളായി തീരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക മാധ്യമ സാങ്കേതിക വിദ്യകളുടെ ഒരു ഉൽപ്പന്നമാണ് ഈ അൻവറിനെ പോലെ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.